സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഒരു ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു സഹായമാണ് ഒന്ന് വന്ന് ജാമ്യം നിൽക്കാമോ, ഷുവർട്ടി ബോണ്ടിൽ ഒന്ന് സൈൻ ചെയ്താൽ മതി, അതുപോലെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി മതി, ഈ കരമടച്ച റെസിപ്റ്റിന്റെ ഒരു കോപ്പി മതി, ഇത്രയും തന്നാൽ മതി, നിങ്ങൾ ഒന്ന് ജാമ്യം നിൽക്കാമോ, നിങ്ങൾക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലാന്ന്. ശരിക്കും അത് അങ്ങനെയാണോ? അതായത് നിങ്ങൾ ജാമ്യം നിൽക്കുമ്പോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരാളെ ജാമ്യത്തിൽ റിലീസ് ചെയ്യുമ്പോൾ കോടതി വിളിപ്പിക്കുമ്പോൾ എല്ലാം അയാൾ വന്നോളാം എന്നുള്ള കണ്ടീഷനിലാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ബെയിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അയാൾ വരും എന്ന കാര്യത്തിന് കോടതിക്ക് നിങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് ഈ ജാമ്യം നിൽക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. ഇനി അഥവാ ഈ പറയുന്ന പേഴ്സൺ നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അറിയുന്ന നിങ്ങളുടെ ക്ലോസ് ആയിട്ടാണെന്ന് നിങ്ങൾ കോടതിയോട് പറഞ്ഞ പേഴ്സൺ പിന്നീട് കോടതിയിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാകും. ഇനി നിങ്ങൾ വിചാരിച്ചിട്ടും അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒപ്പിട്ട് കൊടുത്ത ഷുവർട്ടി ബോണ്ട് ഉണ്ടല്ലോ, അതിൽ എത്രയാണോ എമൗണ്ട് അത് നിങ്ങൾ കോടതിയിൽ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഈ കരമടച്ച റെസിപ്റ്റ് കൊടുത്തതിന്റെ പ്രസക്തി. നിങ്ങളുടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാനും ഈ പൈസ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് വസൂലാക്കാനും കോടതിക്ക് അധികാരം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒപ്പിടുക അല്ലെങ്കിൽ ജാമ്യം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന നല്ല പരിചയമുള്ള സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ.